മോദിയുടെ കീഴിൽ ഇന്ത്യ ലോക സൂപ്പർ പവറായി മാറി. കേരളത്തിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്ന് 2020 പാർട്ടി അധ്യക്ഷൻ സാബു ജേക്കബ് എൻ.ഡി.എയിലേക്ക് ചേരാനുള്ള കാരണങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. കേരളത്തിൽ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് 2020യുടെ എൻ.ഡി.എയിലേക്കുള്ള പ്രവേശനം. ഇന്ത്യ വികസിക്കുമ്പോൾ കേരളം മുരടിക്കുന്നതാണ് കാഴ്ച. കേരളത്തിൽ വികസനമുണ്ടോ? എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ 6 മണിക്കൂറെങ്കിലും വേണം. നല്ലൊരു റോഡ് ഈ സംസ്ഥാനത്തിനുണ്ടോ? കടത്തിനു മുകളിൽ കടത്തിലേക്കാണ് കേരളം. വിലക്കയറ്റം മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം അതിരൂക്ഷം. ദയനീയമാണ് കേരളത്തിന്റെ സ്ഥിതിയെന്നും സാബു ജേക്കബ് പറഞ്ഞു. മോദിയുടെ കീഴിൽ ഇന്ത്യ ലോക സൂപ്പർ പവറായി മാറി. രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് ഇപ്പോൾ കിട്ടുന്ന പരിഗണന നോക്കിയാൽ അത് മനസ്സിലാക്കാം. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ചരിത്രത്തിലെങ്ങുമില്ലാത്ത വികസന നേട്ടങ്ങളാണ് സ്വന്തമാക്കിയതെന്നും സാബു ജേക്കബ് അഭിപ്രായപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് അതിപ്പോൾ പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നണിയാകുമ്പോൾ ഒറ്റയ്ക്കൊരു തീരുമാനം പറയാനാവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം 2020 എൻ.ഡി.എയുടെ ഭാഗമാവുന്നുവെന്നും സന്തോഷത്തിന്റെ ദിവസമെന്നുമാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. 2020 വികസനം നടപ്പിലാക്കിയ പാർട്ടിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു. 2020 എൻ.ഡി.എയിലേക്ക് എന്ന വാർത്തയ്ക്ക് പിന്നാലെ സാബു എം ജേക്കബും രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ. മോദിയുടെ വരവിന് മുമ്പ് ബി.ജെ.പിയുടെ സർപ്രൈസ് എന്നും മോദിക്കൊപ്പം സാബു നാളെ വേദിയിലെത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജീവിതത്തിലെ നിർണായക തീരുമാനമെടുക്കുമെന്നും ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമെന്നുമായിരുന്നു സാബു ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. ഒറ്റയ്ക്ക് നിന്നാൽ ലക്ഷ്യങ്ങൾ എത്രത്തോളം പ്രായോഗികമാക്കാം എന്ന് സംശയമുണ്ടായിരുന്നു. 2020യെ ഉന്മൂലനം ചെയ്യാൻ ഇടതും വലതും ഒന്നിച്ചു. ഇല്ലാതെയാക്കണമെന്ന് തീരുമാനിച്ചവർക്കുള്ള മറുപടിയാണെന്നും സാബു ജേക്കബ് പ്രതികരിച്ചു. ഇങ്ങനെ പോയാൽ കേരളം തന്നെ ഇനി കാണാൻ കഴിയില്ല. രാജ്യത്തെ നശിപ്പിക്കുന്ന പാർട്ടികൾക്കെതിരെയായിരുന്നുവെന്നും എല്ലാ പാർട്ടികൾക്കും എതിരെ ആയിരുന്നില്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു. നശിപ്പിക്കാൻ ശ്രമിച്ചവരോടുള്ള വാശിയാണ് ബി.ജെ.പിക്കൊപ്പം വരുന്നതിന് പിന്നിൽ. തന്റെ ബിസിനസ് അല്ല ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും വികസനമുണ്ടാക്കിയ പാർട്ടി ബി.ജെ.പി. ആണെന്നും സാബു എം ജേക്കബ് കൂട്ടിച്ചേർത്തു. അതേസമയം കിഴക്കമ്പലം ആസ്ഥാനമായുള്ള 2020 പാർട്ടി എൻ.ഡി.എയുടെ ഭാഗമാകുന്നത് എറണാകുളത്ത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നിലവിൽ എറണാകുളം ജില്ലയിലെ 4 പഞ്ചായത്തുകളാണ് 2020 ഭരിക്കുന്നത്. കിഴക്കമ്പലം, പൂതൃക്ക, ഐക്യരനാട്, തിരുവാണിയൂർ പഞ്ചായത്തുകളിലാണ് 2020 ഭരണം നടത്തുന്നത്. കഴിഞ്ഞ തവണ ഭരണം ഉണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ ഇക്കുറി നഷ്ടമായിരുന്നു. കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകൾ ഇത്തവണ UDF പിടിച്ചെടുത്തത് 2020ക്ക് വലിയ ക്ഷീണമായിരുന്നു. 2020നെ അപേക്ഷിച്ച് 2025ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020ക്ക് വലിയ നഷ്ടമുണ്ടായിരുന്നു. കുന്നത്തുനാട്ടിലടക്കം ചില പഞ്ചായത്തുകളിൽ UDFും LDFും 2020ക്കെതിരെ ഒന്നിച്ചു മത്സരിച്ചിരുന്നു. ഈ നീക്കത്തെ പ്രതിരോധിക്കാനാണ് ബി.ജെ.പി. പാളയത്തിലേക്ക് പാർട്ടി എത്തുന്നതെന്ന് വ്യക്തമാവുന്നു. ബി.ജെ.പി. ആവട്ടെ കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.